കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാഹളം മുഴങ്ങാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അണിയറയിൽ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് മുൻപത്തേക്കാൾ വ്യത്യസ്തമാക്കുന്നത് സർപ്രൈസ് സ്ഥാനാർത്ഥികളുടെ ഒരു നീണ്ട നിര തന്നെ മത്സര രംഗത്തുണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവരുന്നതുകൊണ്ടാണ്. ഇതിൽ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചു ഉമ്മന്റെ രാഷ്ട്രീയ പ്രവേശനത്തെക്കുറിച്ചാണ്. മനോരമ ഓൺലൈൻ തങ്ങളുടെ ലീഡ് വാർത്തയായി ഇത് പ്രസിദ്ധീകരിച്ചതോടെ രാഷ്ട്രീയ കേരളം വലിയ ആവേശത്തിലാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ തന്റെ സഹോദരൻ ചാണ്ടി ഉമ്മന്റെ വിജയത്തിനായി മണ്ഡലത്തിൽ സജീവമായിരുന്ന അച്ചു ഇന്ന് കാണിച്ച രാഷ്ട്രീയ പക്വതയും ജനങ്ങളോടുള്ള ഇടപെടലും വലിയ ജനശ്രദ്ധ നേടിയിരുന്നു. അന്നേ അച്ചു ഉമ്മൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന ആവശ്യം അണികൾക്കിടയിൽ ഉയർന്നിരുന്നതാണ്. ജോലി സംബന്ധമായി വിദേശത്താണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും കേരളത്തിലെ പൊതുവിഷയങ്ങളിൽ അച്ചു ഇടപെടാറുണ്ട്. ഉമ്മൻചാണ്ടിയുടെ മകൾ എന്ന വൈകാരിക ബന്ധത്തിനപ്പുറം വാക്ചാതുരിയുള്ള ഒരു നേതാവിനെ കൂടിയാണ് UDF അച്ചു ഉമ്മനിലൂടെ കാണുന്നത്. മനോരമയുടെ റിപ്പോർട്ടുകൾ പ്രകാരം കോൺഗ്രസ് ഹൈക്കമാൻഡും സുനിൽ കനുഗോവിലിന്റെ നേതൃത്വത്തിലുള്ള തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരും നടത്തിയ സർവേകളിൽ അച്ചു ഉമ്മന്റെ പേര് മുൻനിരയിലുണ്ട്. ജനറേഷൻ സെഡ് വോട്ടർമാരെയും വനിതകളെയും ആകർഷിക്കാൻ അച്ചുവിന്റെ സ്ഥാനാർത്ഥിത്വം സഹായിക്കുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. എന്നാൽ അവർ മത്സരിക്കാൻ തയ്യാറാകുമോ, വിദേശത്ത് ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങുമോ എന്ന കാര്യത്തിലാണ് ഇനി വ്യക്തത വരാനുള്ളത്. അച്ചു ഉമ്മനെ കൂടാതെ മറ്റു ചില പ്രമുഖ പേരുകളും ഇത്തവണ പട്ടികയിലുണ്ട് എന്നത് മത്സരത്തിന്റെ ഗൌരവം വർദ്ധിപ്പിക്കുന്നു. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ ഇടതുമുന്നണി രംഗത്തേക്കിറക്കിയേക്കാമെന്ന വാർത്തകൾ വരുന്നത് അച്ചു ഉമ്മന്റെ വരവിന് ഒരു മറുപടി എന്ന നിലയിൽ കൂടിയാണ്. അതോടൊപ്പം തന്നെ കായിക താരം IM വിജയനെ വണ്ടൂർ മണ്ഡലത്തിൽ AP അനിൽകുമാറിനെതിരെ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ സജീവമാണ്. സിനിമയിൽ നിന്ന് ആസിഫ് അലി, ഉണ്ണി മുകുന്ദൻ, രമേശ് പിഷാരടി തുടങ്ങിയ യുവാക്കൾക്കും സാധ്യതയുണ്ടെന്ന് മനോരമയുടെ റിപ്പോർട്ടുകൾ പറയുന്നു. തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഓരോ മണ്ഡലത്തിലും ജനസമ്മതിയുള്ള പുതിയ മുഖങ്ങളെ ഇറക്കി ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാനാണ് പാർട്ടികൾ ശ്രമിക്കുന്നത്. BJPയും ഇത്തവണ വലിയ തയ്യാറെടുപ്പിലാണ്. PT ഉഷയെ പോലുള്ള ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വങ്ങളെ കളത്തിലിറക്കാൻ അവർ ശ്രമിക്കുന്നു. ഇത്തരം ശക്തമായ വെല്ലുവിളികൾ നിലനിൽക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പൈതൃകം കാത്തുസൂക്ഷിക്കാൻ അച്ചു ഉമ്മൻ തന്നെ വരണമെന്ന സമ്മർദ്ദം പാർട്ടിക്കുള്ളിൽ ശക്തമാണ്. മനോരമ ഓൺലൈൻ നൽകുന്ന ഈ സൂചനകൾ ശരിയാവുകയാണെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ താരപോരാട്ടമായി മാറും. പുതുപ്പള്ളിയിൽ കണ്ട ആവേശം കേരളം മുഴുവൻ ആവർത്തിക്കാൻ അച്ചു ഉമ്മന്റെ സാന്നിധ്യം വഴിതെളിയിക്കുമോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്നത്. ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം അനാഥമായ ഒരു വലിയ ജനസഞ്ചയത്തിന് അച്ചു ഉമ്മന്റെ കടന്നുവരവ് വലിയൊരു ആശ്വാസമായിരിക്കുമെന്നതിൽ തർക്കമില്ല. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം.